എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 45-ഉം 46-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 7-ന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കൃപയുടെ ഒരു നിർബാധ പ്രവാഹം ഈ വേദഭാഗത്ത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് 45-ാം വാക്യം മുതൽ 53-ാം വാക്യം വരെ. മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ കണ്ടുപിടിച്ച് ബന്ധിച്ചു കൊണ്ടുവരുന്നതിന് ദേവാലയ ചേവകന്മാരെ അയച്ചിരുന്നു. അവർ യേശുവിനെ ബന്ധിക്കാതെ തിരിച്ചു വന്നു. റോമർ സൈനികരിൽ നിന്നും വ്യത്യസ്തമായി ദേവാലയ ചേവകർ സമാധാനപ്രിയരും മൃഗീയമായ മുറകൾ പ്രയോഗിക്കാത്തവരുമായിരുന്നു. സൈനികർ എന്നതിനേക്കാൾ അവർ ദേവാലയ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയുള്ള ദേവാലയ സന്നദ്ധ പ്രവർത്തകരും കൂടിയായിരുന്നു. ദേവാലയ ചേവകർ യേശുവിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും നിക്കോദിമോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളും ചില പ്രധാനമായ ഉൾക്കാഴ്ചകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഒന്ന്, യേശുവിനെ കേൾക്കുക എന്നത് ആരെ സംബന്ധിച്ചും ഒരു നിസ്തുലമായ അനുഭവമാണ്. യേശു സംസാരിച്ചതുപോലെ ലോകത്തിൽ ആരും ഇന്നുവരെ സംസാരിച്ചിട്ടില്ല എന്ന ദേവാലയ ചേവകരുടെ വാക്കുകൾ തികച്ചും വാസ്തവമാണ്. സത്യവും വ്യക്തതയും സുതാര്യതയും യേശുവിൽ മാത്രമാണുള്ളത്. യേശുവിൽ മാത്രമാണ് ആധികാരികതയുള്ളത്. ദേവാലയ ചേവകരുടെ ഈ വിശ്വാസ പ്രകടനത്തിന് വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞില്ല. കാരണം അഭിപ്രായങ്ങൾ സ്വന്തമായി പിടിച്ചുകൊള്ളുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അടച്ച് വെച്ച മനസ്സുകൾക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയില്ല. യേശുവിനെ പറ്റി നമുക്ക് എത്ര വലിയ മതിപ്പുണ്ടെങ്കിലും യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിക്കാതെ യേശുവിനെ അനുഭവിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. രണ്ടാമത്, ശാസ്ത്രിമാരും പരീശരും പറഞ്ഞ മറ്റൊരു കാര്യം, വിദ്യാഭ്യാസമില്ലാത്ത വെറും സാധാരണക്കാർ, അതായത് ഒരു മതാഭ്യാസനവും നടത്തിയിട്ടില്ലാത്തവർ മാത്രമാണ് യേശുവിനെ പിൻപറ്റിയത് എന്നാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് തീർപ്പുണ്ടാക്കാൻ അങ്ങനെയുള്ളവരുടെ സാക്ഷിമൊഴികൾ പോലും സ്വീകാര്യമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മതവും മതാനുഭവങ്ങളും കുലീന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമുള്ളതായിരുന്നു. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സ്വയം ശ്രേഷ്ഠരെന്ന് എണ്ണുകയും ലളിതമായ വിശ്വാസാനുഭവങ്ങൾ ഉള്ളവരെ ഏഴാം കൂലികളെന്ന് മുദ്രയിടുകയും ചെയ്യുന്ന സമീപനം കൃപയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയാണ്. തന്നെ തന്നെ ഉയർത്തിയ പരീശൻ കൃപ പ്രാപിക്കാതെ പോയതും സ്വർഗത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സ്വയം വിനയപ്പെടുത്തിയ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയതും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, രാത്രിയിൽ യേശുവിനെ സന്ദർശിക്കാൻ വന്ന നിക്കോദിമോസ് യേശുവിന് അനുകൂലമായി ഒരു വാക്ക് സന്നദ്രീം സംഘത്തിൽ പറയുന്നതായി നാം വായിക്കുന്നു. യേശുവിൻ്റെ മൊഴി കേൾക്കാതെ യേശുവിനെതിരായി ഒരു തീരുമാനം പ്രഖ്യാപിക്കരുതെന്ന് നിക്കോദിമോസ് പറഞ്ഞു. യഹൂദ മത നിയമം ഒരു വ്യക്തിക്ക് നൽകുന്ന പരിരക്ഷ അങ്ങനെ ആയിരിക്കെ അത് തകർക്കുന്നതിനാണ് പരീശന്മാർ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് നിക്കോദിമോസ് ഒന്നും പറഞ്ഞതായി നമ്മൾ വായിക്കുന്നില്ല. ഒരുപക്ഷെ മേധാവികൾ അദ്ദേഹത്തെ നിശബ്ദനാക്കത്തക്ക വിധം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവാം. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായുള്ള പിന്തുണയാണ് നൽകേണ്ടത്. ഒരുപക്ഷെ അതിന് സാധ്യമല്ലാതെ പോകുന്ന കഠിന സമയങ്ങളിലും
സംസാരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചില നേരങ്ങളിൽ നമ്മൾ പാലിക്കുന്ന മൗനം കാലപരിണാമത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന നിശബ്ദതയായി തീർന്നു പോയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എത്രയോ ആളുകളെ തകർക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാസ്തവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാതം ദൂരെയായിരിക്കാം. എങ്കിലും ഇതിൻ്റെയൊക്കെ പേരിൽ ആരെയെങ്കിലുമൊക്കെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മനുഷ്യ സഹജ സ്വഭാവം കാലാതീതമായുള്ളതാണെന്ന് ഈ വായനയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. യേശുവിനെതിരെ കുറ്റം ചുമത്താൻ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ ന്യായപ്രമാണവുമായി കൂട്ടിക്കലർത്തി അവരത് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുമ്പോൾ നിക്കോദിമോസ് പറയുന്നു, അവനെ കേൾക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ല. കർത്താവിനോടുള്ള അവരുടെ സമീപനം അത്തരത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ന്യായപ്രമാണപ്രകാരം കർത്താവിനെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുന്നതിനുള്ള വഴികളായിരുന്നു. അവിടെ കർത്താവ് കൃപയുടെ ആ ഒരു വലിയ കവിഞ്ഞൊഴുക്കിൽ അതിൽ നിന്ന് മുക്തനാകുന്നതും വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളത് ധ്യാനിക്കുമ്പോൾ യേശുവിനെ പറ്റി നമുക്ക് വലിയ മതിപ്പുണ്ടായിരിക്കെ യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിക്കുന്നതിൻ്റെ വില നമ്മൾ നൽകാൻ തയ്യാറാകണം. പണ്ഡിതന്മാർക്കും ശക്തന്മാർക്കും മറച്ചുവെച്ച് ശിശുക്കളുടെ നൈർമല്യമുള്ള മനസ്സുകൾക്ക് പകർന്നു നൽകുന്ന ദൈവിക പരിജ്ഞാനം നമ്മളെ സ്വാധീനിക്കണം. ഒരു വാക്ക് പറയാനുള്ള കഴിവും ആർജവത്വവും ഉണ്ടായിരിക്കെ ഒരു വാക്ക് പറയാതെ യേശു കുരിശിലേറുന്നത് കാണാനുള്ള മനസ്സിരുത്തം നിക്കോദിമോസിനെ പോലെ നമുക്കും വന്നു ചേർന്നിട്ടുണ്ടോ എന്നത് ചിന്തനീയമാണ്, വിശകലനം ചെയ്യേണ്ടതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന കാലിക പശ്ചാത്തലത്തിൽ കാര്യങ്ങളെ നന്നായി ഗൗരവമായി കാണാനും മനസ്സിലാക്കാനും ഉള്ള ഹൃദയവിശാലത നൽകണമേ. കർത്താവെ, അവിടുന്ന് കാണിച്ചു തന്ന കൃപയുടെ ബഹുത്വം അത് നിസ്തുലമായി സ്വീകരിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പ് അറിഞ്ഞ് വലിയ കൃപയുടെ മുഖാന്തരങ്ങളിലൂടെ ജീവിപ്പാൻ പുതിയ വർഷം സഹായിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മേവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.